മീനച്ചൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാല പൊൻകുന്നം റൂട്ടിലാണ്. ഹൈവേയിൽ നിന്നും ഒരു 100 മീറ്റർ എന്ന് കഷ്ടിച്ച് പറയാൻ പറ്റുള്ളൂ. 100 മീറ്റർ താഴെ ദൂരത്തിലിരിക്കുന്ന ഒരു വീടാണ്. 10 സെന്റ് സ്ഥലമാണ്. 10 സെന്റ് സ്ഥലത്തിൽ 1850 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്. ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ കാരണം ഇത് സ്ഥലത്തിന് നല്ല മൂല്യമുള്ള മേഖലയാണ്. ഹൈവേയുമായിട്ടൊരു ജംഗ്ഷനുമായിട്ട് ബാങ്ക്, സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, ബേക്കറി, അതുപോലെ തന്നെ ഇരുമ്പ് കട, വളക്കട എന്ന് വേണ്ടുന്ന ATM കൗണ്ടർ എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ജംഗ്ഷന്റെ 100 മീറ്റർ താഴെ ദൂരത്തിൽ ഇരിക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിന് എന്തൊക്കെ വില ഉണ്ടാവും എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. മാത്രമല്ല, ഈ വീട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും, അകത്തെയും പുറത്തെയുമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും, പക്ക ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കുന്ന വില ഇതാണ്, അതിൽ നിന്ന് നെഗോഷ്യബിളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിലേ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന ബസ് ഓടുന്ന PWD റോഡിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നേരിട്ടുള്ള എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണിച്ചത്. താഴെ കാണുന്നത് ഒരു ജംഗ്ഷനാണ്. അവിടെ കടകളുണ്ട്. ഇതാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഇടയ്ക്കൊക്കെ ബസ് ഓടുന്ന റോഡ്. ആ ബസ് ഓടുന്ന റോഡിൽ നിന്നും നേരിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മളീ കാണിക്കുന്നത്. ഹൈവേയിലേക്ക്, അതായത് പാലാ പൊൻകുന്നം ഹൈവേയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 100 മീറ്റർ താഴെ ദൂരമാണ്. അതായത് ജംഗ്ഷൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നൊരു വീട് എന്ന് തന്നെ എടുത്ത് പറയാം. നമ്മൾ നേരെ ഈ രണ്ട് സൈഡിലും 2 പ്ലോട്ടുകളാണ്. പക്ഷേ നമ്മൾ നേരെ നമ്മുടെ വീടിനകത്തേക്കാണ് കയറുന്നത്. കാരണം ഇത് നേരെ നമ്മുടെ വീട്ടിലേക്ക് മാത്രമുള്ള വഴിയാണ്. ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. മൊത്തം മുറ്റമെല്ലാം പബിൾസാണ് ഇട്ടിരിക്കുക. വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണിക്കുകയാണ്. 2 സൈഡിൽ നിന്നും വ്യൂ ഉള്ള നല്ലൊരു വീടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സൈഡിൽ നിന്നും വ്യൂ ഉള്ള ഈ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണിച്ച് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. ഇത് നല്ല ഒരു ഫ്രണ്ടേജ് നോക്കിക്കഴിയുമ്പോൾ തന്നെ നല്ലൊരു അഴകുള്ള വീട് എന്ന് നമുക്ക് എടുത്ത് പറയത്തക്കതായിട്ട് തോന്നുന്ന നല്ലൊരു വീട്. ഏറ്റവും സൂപ്പർ ക്വാളിറ്റി ലക്ഷറി സ്റ്റൈലിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 1850 സ്ക്വയർ ഫീറ്റുള്ള വീട്. അത് നല്ല ലക്ഷറി സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീട്. അത് ഇതുപോലെ ലാൻഡ് വാല്യൂ നല്ലപോലെ ഉള്ള ഒരു മേഖലയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്. കാരണം ഈ ഒരു ജംഗ്ഷൻ്റെ അടുത്ത് തന്നെ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ ജംഗ്ഷനിൽ അടുത്താവുമ്പോൾ സ്ഥലത്തിന് നല്ല വിലയുണ്ടാവും എന്ന് നമുക്കറിയാം. ഇവിടെ സ്ഥലത്തിന് ഭീകരമായ വിലയുള്ളൊരു മേഖല തന്നെയാണ്. പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. കാരണം നമുക്ക് ജംഗ്ഷൻ അടുത്ത് വേണം, ബസ് സ്റ്റോപ്പ് അടുത്ത് വേണം, കടകളടുത്ത് വേണം, ബാങ്ക് അടുത്ത് വേണം, ATM അടുത്ത് വേണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാത്തരം കടകളും, ബേക്കറി, കൂൾ ബാർ, കോഫി ബാർ, അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ്, പലചരക്ക്, സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ എന്ന് വേണ്ടുന്ന എല്ലാത്തരം കടകളും അടുത്ത് തന്നെയുള്ള നല്ലൊരു ലക്ഷറി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുക. മൊത്തം ജനൽപ്പാളികൾ, ഡോറുകൾ, കബോർഡുകൾ മുഴുവൻ തേക്കിൻ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. നല്ല തേക്കിൻ തടി മാത്രം ഉപയോഗിച്ച്, നല്ല കാതലുള്ള തേക്കിൻ തടി മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഒരു ലക്ഷറി വീട് തന്നെയാണിത്. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ലക്ഷറിയാണ്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും ഭയങ്കര പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നേരെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിമനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള നല്ല ഇൻറ്റീരിയർ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. അവിടെ നിന്ന് നമ്മൾ ഈ സ്വിച്ചുകളൊക്കെ നോക്കിക്കോളൂ. എല്ലാം ബ്ലാക്ക് കളറുള്ള സ്വിച്ചുകളാണ്. നമ്മൾ മീനച്ചൽ ഹോംസും വീടുകൾ പണിത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒരു സ്വിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരേ കമ്പനിയുടെ 2 സ്വിച്ച് എടുത്ത് വയ്ക്കുക. ഒന്ന് വൈറ്റ്, ഒന്ന് ബ്ലാക്ക്. വൈറ്റ് സ്വിച്ചിനേക്കാളും വില നല്ല രീതിയിൽ കൂടുതലായിരിക്കും ബ്ലാക്ക് സ്വിച്ചിന്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ വീടുകൾ പണിയുന്ന സമയത്ത് കടകളിൽ പോയി സെലക്ട് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ മനസ്സിലാകുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഇത് നമ്മുടെ ഡൈനിങ് ഹാളിനകത്തേക്ക് നമ്മൾ കയറി പാർട്ടീഷൻ വർക്ക് നമ്മൾ കണ്ടു. തേക്കിൻ തടി കൊണ്ടുള്ളൊരു പാർട്ടീഷൻ വർക്കാണ്. 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡാണ്. ബെഡ്റൂമുകളിലേക്കുള്ള ഡോറും തേക്കിൻ തടി തന്നെയാണ്. എല്ലാം ഞാനൊരു കാര്യം പറയുന്നത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ നല്ല മെറ്റീരിയൽ കൊടുത്താൽ മാത്രം പോരാ, നല്ല പണിക്കാർ, നല്ല ലേബേഴ്സ് ആയിരിക്കണം. ഇതിൻ്റെ ആശാരിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് ചെയ്തിരിക്കുന്ന ആശാരിപ്പണിയാണ്. ആശാരിമാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പണിയണമെന്നില്ല. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന നല്ല കാർപ്പൻറ്ററാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർക്കിലും, തടിയുടെ വർക്കുകളിലെല്ലാം അതിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്. ടൈല് വർക്കാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈല് വർക്ക് നല്ലൊരു ഓളം വരുന്ന രീതിയിൽ നല്ലൊരു ടൈല് വർക്കാണ് ഇവിടെ കാണുന്നത്. അവിടെ നമ്മൾ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് നമ്മൾ കയറി. ടോയ്ലറ്റിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ്. നമ്മൾ ക്യാമറയുമായിട്ട് നമ്മൾ വീണ്ടും കടന്നു ചെല്ലുന്നത് നമ്മുടെ ഷവർ, അതുപോലെ തന്നെ ഇത് നമ്മുടെ ടവലൊക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള സ്പേസൊക്കെ നോക്കിക്കോളൂ. എല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. 2 ഘടകങ്ങളാണ് ഇതിനകത്ത്. ഏറ്റവും നല്ല ലാൻഡ് വാല്യൂ ഉള്ള മേഖലയിൽ ഒരു പ്രോപ്പർട്ടിയിൽ വീട് പണിയുക എന്ന് പറയുമ്പോൾ സ്ഥലത്തിന് അതുപോലെ വില കൂടി നിൽക്കുന്ന ഒരു ലൊക്കേഷനാണ്. ഇനിയും കൂടുകയേ ഉള്ളൂ. തൊട്ടടുത്ത് താമസിക്കുന്നതെല്ലാം ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് പോലെയുള്ള ഹൈ പ്രൊഫൈൽ ആൾക്കാർ തന്നെയാണ് താമസിക്കുന്നത്. മാത്രമല്ല ഒരു ജംഗ്ഷനിൽ നിന്നും വെറും 50 മീറ്റർ ദൂരം, 100 മീറ്ററിൻ്റെ തികച്ച് പറയാൻ പറ്റത്തില്ല, അത്രയും ദൂരം കുറവാണ്. അത്രയും തൊട്ടടുത്ത് തന്നെ ഒരു വീട് പണിയുമ്പോൾ അവിടെ സ്ഥലത്തിൻ്റെ വില വലുതാണ്. വീണ്ടും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ അടുത്ത കാര്യത്തിൽ പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ്. നമ്മളിങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടൊരു വിലയിടാൻ പറ്റില്ല. കാരണം അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പം ചൈന സാധനങ്ങൾ മേടിച്ച് വേണമെങ്കിൽ ചെയ്യുന്നവരുണ്ട്. ചൈന സാധനങ്ങൾ, പ്ലംബിങ് സാധനങ്ങളെല്ലാം അതൊക്കെ ഗ്യാരണ്ടി ഒന്നുമില്ല. വീട്ട് ആധാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥനെ വിളിച്ചാൽ കിട്ടണമെന്ന് പോലും നിർബന്ധമില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ പോകും. പക്ഷേ ഇതൊക്കെ നമ്മളെ ഗ്യാരണ്ടി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസറ്റൊക്കെ ആണെങ്കിലും 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിമെൻറ്റ്, നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ സിമെൻറ്റ് വേണമെങ്കിൽ അമ്മ സിമെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സിമെൻറ്റുകളൊക്കെ വേണമെങ്കിൽ വില കുറച്ച് കിട്ടുമെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വില കുറഞ്ഞ സിമെൻറ്റുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നവരും ഉണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള രാംകോ, അൾട്രാടെക് പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള സിമെൻറ്റുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്നതാണ്. എറണാകുളം സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ പറയാറുണ്ട്, പാലായിൽ എന്താ വീടുകൾക്ക് വില കൂടുതൽ. പക്ഷേ എറണാകുളത്ത് ഇങ്ങനത്തെ പാലാ മോഡൽ ഒരു വീട് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം. കാരണം അവിടെ എല്ലാം ബോക്സ് ടൈപ്പ് വീടുകളാണ്. അവിടെ 3 സെൻറ്റ്, 4 സെൻറ്റ്, 2 സെൻറ്റിലൊക്കെയാണ് ഒരു വീട് നിർമ്മിക്കുന്നത്. അപ്പോൾ അവിടെ ബോക്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒറ്റ നിലയിൽ നല്ല മുറ്റമൊക്കെ കൊടുത്ത് നല്ല ഒരു റൂഫൊക്കെ ചെയ്യുന്ന മോഡൽ വീടുകൾ, കേരള സ്റ്റൈൽ വീടുകളൊന്നും ഈ സെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റൂഫ് ചെയ്യുമ്പോൾ ഇത് ഇത്രയും മെറ്റീരിയലുകൾ, അതായത് പൈപ്പ്, അതുപോലെ തന്നെ ഓട്, പണിക്കൂലി എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും എത്രയാണ് ഭീകരമായ കോസ്റ്റ് എന്നുള്ളതൊക്കെ ഒരു എന്താ പറയുക, റൂഫ് ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടുന്നത്. ഇവിടെ പാലായിലെ വീടുകളെല്ലാം റൂഫ് ചെയ്ത വീടുകളാണ്. അത് 2 കാര്യങ്ങളാണ് അതിനകത്ത് ഗുണം. ഒന്ന്, കേരള സ്റ്റൈലിലുള്ള വീടുകൾ എന്ന് പറയുമ്പോൾ ഷെയ്ഡ് ചെരിച്ച് വാർക്കുന്ന ഷെയ്ഡുകളുള്ളതാണ്. അതൊരിക്കലും വീടിൻ്റെ ഭിത്തി നനയില്ല. ഒരു 10 വർഷം കഴിഞ്ഞാലും വീടിൻ്റെ ഭിത്തിക്ക് കളർ മങ്ങാതെ നിലനിൽക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഘടകം, അതേസമയം ബോക്സ് ടൈപ്പ് വീടുകളാണെങ്കിൽ ഒരു കാറ്റും മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഭിത്തിയിലേക്ക് വെള്ളം അടിച്ചു കയറും. അത് നമ്മുടെ ഭിത്തിയെല്ലാം നനഞ്ഞ് ഒരു മഴക്കാലം കഴിയുമ്പോഴെല്ലാം പായൽ പിടിച്ച് ഭിത്തിയിലൂടെ എല്ലാം പായൽ പിടിക്കും. അതേസമയം കേരള സ്റ്റൈൽ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭിത്തിക്ക് പായൽ പിടിക്കില്ല. അതുപോലെ തന്നെ ഇന്ന് ചൂട് കൂടിയ കാലാവസ്ഥയിൽ വാർക്കയ്ക്ക് മേളിൽ ഒരു റൂഫ് കൂടി ഉണ്ടെങ്കിൽ ചൂടിനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. വീട്ടിൽ രാത്രിയിൽ സുഖമായിട്ട് AC ഇല്ലെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള 2-3 കാര്യങ്ങളാണ് കേരള സ്റ്റൈൽ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ കടകളുമായിട്ടുള്ള ദൂരം, ബസ് സ്റ്റോപ്പുമായിട്ടുള്ള ഹൈവേയുമായിട്ടുള്ള ദൂരം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ 2 കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ആൾക്കാർ ചോദിക്കുന്നത്. പള്ളി അടുത്തുണ്ടോ, അതുപോലെ തന്നെ അമ്പലം അടുത്തുണ്ടോ.
പള്ളി അടുത്തുണ്ട്. പള്ളിയായിട്ടൊരു 500 മീറ്റർ ദൂരമായിരിക്കും. ഏകദേശം ഒരു 500 മീറ്റർ ദൂരമാണ് പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ളത്. അത് ഈ 100 മീറ്റർ ഹൈവേയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 500 മീറ്റർ ഹൈവേയിലൂടെ തന്നെ വേണമെങ്കിൽ ബസ് എടുത്ത് പോകാം, അല്ലെങ്കിൽ ഹൈവേ സൈഡിലാണ് പള്ളി ഇരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ അമ്പലം ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് അമ്പലവുമായിട്ടുള്ളത്. 1 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് അമ്പലവുമായിട്ടുള്ളത്. അങ്ങനെ അമ്പലവും തന്നെ അടുത്താണ്. വീണ്ടും നമ്മൾ ബസ് സ്റ്റോപ്പുമായിട്ടുള്ള ദൂരം നമ്മൾ പറഞ്ഞു. പാല ടൗണുമായിട്ട് ഏകദേശം 4 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്, 4 കിലോമീറ്റർ. അതുപോലെ തന്നെ പൈക ടൗണുമായിട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. പാലായും പൈകയും വലിയ ടൗണുകളാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്ക് പോകേണ്ടവർക്ക് ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി പേര് നമ്മുടെ വീട് മേടിക്കുവാനൊക്കെ ആയിട്ട് ഇവിടുന്ന് കുടിയേറിപ്പോയവരാണ് ഇടുക്കിയിലേക്ക്. അവർ തിരിച്ച് നാട്ടിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഒത്തിരി പേര്. അങ്ങനെയുള്ളവർക്ക് ഇടുക്കിയിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് ഇവിടുന്ന് നേരെ മുണ്ടക്കയം ചാടാനൊക്കെ ആയിട്ട് ഷോർട്ട് കട്ടുണ്ട്. സ്വന്തം വണ്ടിക്ക് പോകാനാണെങ്കിൽ ഷോർട്ട് കട്ട് ചാടിപ്പോകും, അല്ലെങ്കിൽ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി പോകാനായിട്ട് എളുപ്പമാണ്. എല്ലാ സൈഡിലേക്കും ഉള്ള എൻട്രൻസ്, അതായത് ഭരണങ്ങാനം പള്ളിയിലേക്ക് ഭരണങ്ങാനം ഏരിയ, ഈരാറ്റുപേട്ട, വാഗമണ്ണ് അങ്ങോട്ടൊക്കെ പോകുവാനായിട്ട് സൗകര്യം. കോട്ടയത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കോട്ടയം ഏരിയയിലേക്ക് പോകുവാനായിട്ട് വലിയ സൗകര്യമുള്ള ഒരു മേഖലയാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ചെറുപ്പങ്കിൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ടൊരു 5 കിലോമീറ്റർ ദൂരമായിരിക്കാം ഏകദേശമുള്ളത്. അതുപോലെ തന്നെ ബ്രില്യൻ്റ് കോളേജുമായിട്ടും ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. അങ്ങനെ എല്ലാ ലൊക്കേഷൻ്റെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു അടിപൊളി വീട് എന്ന് മാത്രമാണ് ഈ വീടിനെക്കുറിച്ച് നമുക്ക് എടുത്തെടുത്ത് പറയുവാനായിട്ടുള്ളത്. ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തെ ഡോറ്. ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് അകത്തോടെയാണ് കൊടുത്തിരിക്കുക. നമുക്ക് രാത്രിയിലൊക്കെ തുണിയൊക്കെ ഒന്ന് അലക്കി മുകളിലൊന്ന് ഉണങ്ങാനിടാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മുകളിൽ കയറാനോ സ്ത്രീകൾ തന്നെയുള്ളെങ്കിൽ അതൊക്കെ സേഫാണ്. ഇങ്ങനെ മുകളിലോട്ട് കയറുവാനൊക്കെ ആയിട്ട് ഇവിടെ നെറ്റടിച്ച് അത് ഡോറായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ്ങോടുകൂടി നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്ത വീട്. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, 88 ലക്ഷം രൂപയാണ് ചോദിക്കുക. അത് നെഗോഷ്യബിളാണ്. നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടും ഇല്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന് നമുക്ക് കുഴൽക്കിണർ വെള്ളമാണുള്ളത്. നേരിട്ട് വന്നു കഴിയുമ്പോൾ ഉടമസ്ഥൻ കാണിക്കും ഫോണിൽ. കുഴൽക്കിണർ കുത്തിയപ്പം വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്തേലും ഉണ്ടായിരുന്നു, എന്തുമാത്രം വെള്ളമാണ് തള്ളിയത് എന്ന് കാണിക്കും. ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുഴൽക്കിണർ വെള്ളമാണ് ഈ വീടിനുള്ളത്. സൗകര്യങ്ങൾ കൊണ്ടും ടൗൺഷിപ്പ് കൊണ്ടും സ്വന്തം നിലയിൽ ജീവിക്കുവാനായിട്ട് ശാന്തമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്ന നിലയിലും എന്നാൽ പൊടിപടലങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള നല്ല ലൊക്കേഷനിലുള്ള ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന ആഗ്രഹം തോന്നിയാൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പമുള്ള ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിച്ചു നേരിൽ വന്ന് നമുക്ക് നേരിട്ട് കാണാം പ്രോപ്പർട്ടി. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം വരുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, ഡിജിറ്റൽ മേഖലയിൽ മാർക്കറ്റിംഗ് ആദ്യമായി തുടങ്ങിയ മീനച്ചിൽ ഹോംസ് ഇന്നും ധീരതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.